നിർണായക വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഡൽഹിയിലെ ഉച്ചകോടിക്ക് ശേഷമാണ് വ്യാപാര സുരക്ഷാ കരാറുകളിൽ ഇരു കക്ഷികളും ഒപ്പുവെച്ചത്. പുതുയുഗത്തിന് തുടക്കമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. ചരിത്ര മുഹൂർത്തമെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കളും പറഞ്ഞു. 2 പതിറ്റാണ്ടോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെക്കുന്നത്. അടുത്ത കാലത്ത് ഇരു കക്ഷികൾക്കിടയിൽ പ്രഖ്യാപിക്കപ്പെട്ട സുപ്രധാന കരാറാണിത്. ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും തീരുവയിൽ ഇളവ് നൽകും. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും തീരുവ ഇളവ് നൽകും. സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടതോടെ പുതിയ യുഗത്തിന് തുടക്കമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. अपने इतिहास का अब तक का सबसे बड़ा फ्री ट्रेड एग्रीमेंट संपन्न किया है. മദർ ഓഫ് ഓൾ ഡീൽസ് യാഥാർത്ഥ്യമായെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർലൈൻ. We did it. We delivered the mother of all deals. This trade will integrate further our supply chain and strengthen our joint manufacturing power. It will cut up to 4 billion euros in annual tariffs for exporters of all sizes. And it will create good jobs for millions of workers. പ്രതിരോധ രംഗത്ത് തന്ത്രപ്രധാന സഹകരണമാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ലക്ഷ്യമിടുന്നത്. 27 രാജ്യങ്ങളടങ്ങുന്നതാണ് യൂറോപ്യൻ യൂണിയൻ. കരാർ ഇന്ത്യയുടെ 1.4 ബില്യൺ ജനങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ആളുകൾക്കും വലിയ അവസരങ്ങളുണ്ടാക്കും. വസ്ത്രം, രത്നങ്ങൾ, ആഭരണങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളെ ശക്തിപ്പെടുത്തും. ഇതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരബന്ധം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ. അതിനിടെ കരാറിലൊപ്പിട്ട യൂറോപ്യൻ യൂണിയനെതിരെ അമേരിക്ക രംഗത്തെത്തി. ഇന്ത്യയുമായി കരാറിലെത്തുന്നത് വഴി റഷ്യയ്ക്ക് സഹായം നൽകുന്നുവെന്നാണ് വിമർശനം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.